ഇന്ന് ഞാൻ ഒരു ഫുൾ ട്രേ കോഴിമുട്ട കൊണ്ട് ഈ കാണുന്ന പാത്രത്തിലിട്ടിട്ട് ഓംലെറ്റ് അടിച്ചാൽ അത് കറക്റ്റ് ഷേപ്പ് കിട്ടും അല്ലെങ്കിൽ അതിനെന്ത് സംഭവിക്കും നോക്കാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ട്രെയിനകത്തുള്ള കോഴിമുട്ടകളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന കോഴിമുട്ടകൾ. ഈ ട്രെയിനകത്ത് എല്ലാം കൂടി 30 കോഴിമുട്ട ഉണ്ട് കേട്ടോ. അങ്ങനെ കോഴിമുട്ടകൾ ഓരോന്നായിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ. അതിന്റെ മുന്നേ ഒരു പാത്രത്തിന്റെ അകത്ത് ഓംലെറ്റ് അടിക്കാൻ വേണ്ട ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്തേക്കാണ് നമ്മൾ ഈ കാണുന്ന കോഴിമുട്ടകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ എല്ലാ കോഴിമുട്ടയും പൊട്ടിച്ച് കഴിഞ്ഞ് അതിന്റെ അകത്ത് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടി അളക്കാണ് ഇപ്പൊ ഞാൻ ഈ കാണുന്ന പാത്രത്തിൽ വെച്ചാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരെ വീട്ടിലും ഈ പാത്രത്തിൽ തന്നെ ആയിരിക്കും ഓംലെറ്റ് ഉണ്ടാക്കുക. ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. നമ്മൾ അടിച്ചു വെച്ച കോഴിമുട്ട പാത്രത്തിനകത്ത് ഒഴിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഓംലെറ്റ് അടിക്കാൻ വേണ്ടി എടുത്ത പാത്രം ചെറുതായി പോയി എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അടിച്ചു വെച്ച കോഴിമുട്ട മുഴുവനായിട്ട് ഒഴിക്കാനും പറ്റിയില്ല. ഒഴിച്ചതാണെങ്കിൽ പാത്രത്തിൽ നിറഞ്ഞിട്ട് കുറെയൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇനി ഇതിൽ ഏറ്റവും വലിയ പണി ഈ ഓംലെറ്റ് മറിച്ചിടലാണ്. ഇനി മറിച്ചിട്ടപ്പോ പാത്രത്തിനകത്തുള്ളത് കുറെ പുറത്തേക്ക് പോയി. പിന്നെ നമുക്ക് കറക്റ്റ് ഓംലെറ്റിന്റെ ഷേപ്പ് കിട്ടുകയും ചെയ്തില്ല. അപ്പൊ തന്നെ നമ്മളെ ചലഞ്ച് ഫെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ആയതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് ഒന്നും വേണ്ട, ഉള്ള എന്തിലാവട്ടെ വെച്ച് ഞാൻ ഇളക്കി കൂട്ടാണ് ഓംലെറ്റ്. അങ്ങനെ ഒരു ഫുൾ ട്രേ കോഴിമുട്ട കൊണ്ട് ഓംലെറ്റ് അടിച്ചപ്പോൾ ഇതാണ് അവസ്ഥ.